ഇത് രാമചന്ദ്രേട്ടൻ വൈദ്യരാണ്. അതിലുപരി അദ്ദേഹം ഒരു നിഘണ്ടു എഴുതിയിട്ടുണ്ട്. ആ നിഘണ്ടുവിനെ കുറിച്ചൊന്ന് പറയാവോ സാർ? അത് വയനാട് ജില്ലയിലെ ആദിവാസികളുടെ ഭാഷയാണ്. 5 ഭാഷ. അത് ഏകദേശം 2100 പേജോളമുണ്ട്. അത് കേരള സാഹിത്യ അക്കാദമിയാണ് ഇപ്പോൾ പ്രസിദ്ധീകരിക്കുന്നത്. അത് ഉടനെ തന്നെ അതിൻ്റെ പ്രസിദ്ധീകരണം വർക്കെല്ലാം കഴിഞ്ഞതാണ്. അതിൽ നമ്മൾ ആദിവാസികളായിട്ടുള്ള അടിയ, പണിയ, കാട്ടുനായ്ക്ക, ഊരാളി, കുറുവ ഭാഷയിലാണ് ഞാൻ ആ പുസ്തകം എഴുതിയിട്ടുള്ളത്. അത് ശബ്ദ താരാവലിൻ്റെ ഇത് വെച്ചിട്ട് അതേ ഓർഡറിലാണ് ചെയ്തിട്ടുള്ളത്. അക്ഷരമാല ക്രമത്തിൽ തന്നെയാണ് ചെയ്തിട്ടുള്ളത്. അത് ശബ്ദതാര കുറേ വർഷങ്ങളെടുത്തു, 25 വർഷത്തോളം എടുത്ത ആ ഒരു പുസ്തകം പൂർത്തിയാക്കാൻ. പക്ഷെ ഒരുപാട് ഭാഷകൾ, അന്യം നിന്ന ഭാഷകൾ കുറേ തിരിച്ചു കൊണ്ടുവരാൻ പറ്റി. അത് ഞങ്ങളിപ്പം കുറുമ സമുദായത്തിൽപ്പെട്ട ആളാണെങ്കിൽ പോലും ഞങ്ങൾക്കറിയാത്ത ഭാഷകൾ പോലും പിന്നെ ഇപ്പം ഒരു 40 വയസ്സുള്ള ഒരാളോട് ചോദിച്ചാൽ ഈ ഭാഷ ഇങ്ങനെ ഉണ്ടായിരുന്നു എന്ന് അവർക്ക് കേട്ടറിവുണ്ടായിരിക്കും. പക്ഷെ ഇപ്പം പുസ്തകത്തിൽ എഴുതാൻ പറ്റുന്നൊക്കെ വലിയ ഭാഗ്യം സാറേ. ഇത് 25 വർഷം കഷ്ടപ്പെട്ടാണ് അദ്ദേഹം 5 ഭാഷകളെ നഷ്ടപ്പെട്ടു പോകാതെ ഒരു നിഘണ്ടു എഴുതിയത്. ഇദ്ദേഹത്തിന് ഒരു വായനാ മുറിയൊക്കെ ഉണ്ട് കേട്ടോ. ഒത്തിരി പുസ്തകങ്ങളുടെ കളക്ഷൻസ് ഉണ്ട്. വൈദ്യം അറിയാം. പക്ഷെ അറിയപ്പെടാതെ പോവുകയാണ് ഇതുപോലത്തെ കഴിവുള്ള ഒത്തിരി മനുഷ്യർ. നമുക്ക് ഇവരെയൊക്കെ ഒന്ന് സപ്പോർട്ട് ചെയ്ത് കൊണ്ടുവരണം. കാരണം അന്യം നിന്ന് പോവുകയാണ്. അപ്പോൾ ഈ അദ്ദേഹം ചെയ്യുന്ന മരുന്ന് അടുത്തൊരു തലമുറയിൽ അത് ഏറ്റെടുക്കാൻ താല്പര്യമുള്ളവരില്ല എന്നാണ് പറഞ്ഞത്. പക്ഷെ ആ 18 കൂട്ടം മരുന്നുകൾ ഞാൻ ഏറ്റെടുക്കുകയാണ് അദ്ദേഹത്തിൽ നിന്ന്. നമുക്കിത്തരം മനുഷ്യരെ, പച്ചയായ മനുഷ്യരെ, ഇവരൊക്കെയാണ് ദൈവത്തിൻ്റെ പ്രതിരൂപങ്ങൾ. നമുക്ക് ചേർത്ത് പിടിക്കാം. ഒത്തിരി സന്തോഷം. സന്തോഷം.